ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് ചക്ക വറുത്താലോ. ഇതിപ്പോൾ ചക്ക വറുക്കണത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ചക്ക എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഈ ചക്ക കേട്ടല്ലോ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഫ്രണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഒരുമിച്ച് കളിച്ച് വളർന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെ അമ്മായിയുടെ മോളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ശ്രീദേവിക്ക് ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, അവളോട് വന്നൊരു ചക്ക ഇട്ടിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അമ്മായിയുടെ വീട്ടിൽ പോയിട്ട് അമ്മായി ചക്ക ഇട്ടുകൊണ്ടെന്ന് വെച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചക്ക എടുത്തിട്ട് വന്നതാണ്. ഞാനിപ്പോൾ ഒരു ട്രിപ്പ് ചക്ക ഇട്ട് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത് ഇട്ടതാണ് കേട്ടോ. ചക്ക ഒരുവിധം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് നല്ലോണം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ ഈ ചക്ക ഒരു പകുതി വറവായിട്ട് വരുമ്പോഴത്തേനും അതിൻ്റെ അകത്തേക്ക് ഉപ്പും മഞ്ഞളും കൂടെ കലർത്തിയ വെള്ളം തളിച്ചു കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി നല്ല ക്രിസ്പായിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ചക്കയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ ചക്ക വറുത്തത് പാകമായിരുന്ന എങ്ങനെ അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആ എണ്ണയിലെടുത്ത് ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ ചക്ക ഇങ്ങനെ ഒരു കയ്യിലുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ ചിൽ എന്നുള്ളൊരു സൗണ്ട് വരണം. അപ്പോൾ ചക്ക നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മയും അമ്മായിമാരും ഒക്കെയാണ് കേട്ടോ. കാരണം പണ്ട് വിഷു ഓണമൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ചക്ക വറക്കുക. അപ്പോൾ ചക്ക വറക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പോയിട്ട് നോക്കി വെക്കും. അപ്പോഴാണ് അവരിങ്ങനെ പറഞ്ഞു തരിക, ചക്ക വറുത്തത് നല്ല മൂത്തു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചിൽ ശബ്ദം കേൾക്കണം എന്ന്. അപ്പോൾ അവരിൽ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്. ഈ ചക്ക വറുത്തത് ഇപ്പോൾ നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് നമുക്കിത് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ സാധാരണ എണ്ണ ഒട്ടും ഇതിൻ്റെ അകത്ത് ഇരിക്കരുത്. എണ്ണ ശരിക്കും കളഞ്ഞതിന് ശേഷം ഇങ്ങനെ അരിപ്പക്കയിൽ കോരിയിട്ട് എണ്ണ ശരിക്കും വാർന്നു പോയതിന് ശേഷം വേണം നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ചക്ക ഇടുന്നത് അതിലേക്ക് ഇടാനായിട്ട്. അരിപ്പ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും, ഒന്നും കൂടെ അതിൻ്റെ ഓയിലൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അരിപ്പ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഇതിലേക്ക് തന്നെ കോരിയിടുന്നതാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് ചക്ക തന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഫ്രണ്ടിൻ്റെ ആയിരുന്നു പണ്ട് സ്കൂൾ അടയ്ക്കുമ്പോൾ ഞങ്ങളെല്ലാ പിള്ളേരും അവരുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അവരുടെ പറമ്പിൽ നിറച്ച് ചക്കയും മാങ്ങയും ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ മാങ്കൊമ്പിൽ ഊഞ്ഞാൽ കെട്ടിയിട്ട് ഞങ്ങൾ ആടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാറ്റ് വരും, കുറേ മാമ്പഴം ഉതിർന്ന് വീഴും. ഞങ്ങൾ പോയിട്ട് ആ മാമ്പഴമൊക്കെ ചപ്പി കുടിക്കാൻ പറ്റുന്ന മാമ്പഴമാണ് കേട്ടോ. അങ്ങനെ ചപ്പി കുടിക്കും മാമ്പഴം, ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കും. പിന്നെ എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു തട്ടുംപുറമുണ്ട്. പഴയ നായർ തറവാടാണ്. അപ്പോൾ ആ തട്ടുംപുറത്ത് ഇഷ്ടം പോലെ പഴയ ബാലരമ, പൂമ്പാറ്റ, അമ്പിളി മാമൻ എന്ന് പറഞ്ഞാൽ കുറേ ഇതൊക്കെ ഉണ്ട്, പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പോയിട്ടിരുന്ന് വായിക്കലാണ് എൻ്റെയൊക്കെ പണി. അങ്ങനെ അവധിക്കാലത്ത് ഇവളുടെ വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ, എല്ലാ പിള്ളേരും ഉണ്ടാവും. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ബാല്യകാലം കഴിഞ്ഞു പോയതാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ വരുമ്പോൾ ഇവളുടെ വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇടയ്ക്കൊക്കെ പോകും ഞാൻ. ഇത്തവണ പോയപ്പോൾ അവളെ കാണാൻ പറ്റില്ല. അവളുടെ എന്തോ ബന്ധുവിൻ്റെ വീട്ടിലോ മറ്റോ പോയിരിക്കുകയായിരുന്നു. എന്തായാലും പഴയ ആ ഓർമ്മകൾ ആണ് ഈ ചക്ക കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലേക്ക് ഓടി വന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് ചക്ക ഇതിലേക്കിട്ട് വറുത്ത് പോരാം. കുറേശ്ശെ ഇട്ട് വറുത്ത് കോരിയാൽ മതി. നല്ല ചുവട് കട്ടിയുള്ള ചീനച്ചട്ടി ആയിരിക്കണം കേട്ടോ. ഇത് നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ചൂട് കയറി പെട്ടെന്ന് തന്നെ ചക്കയൊക്കെ വറുത്തെടുക്കാൻ പറ്റും.
ഞാൻ ഒരു ചെറിയ ചക്കയാണ് അവിടെ നിന്ന് കൊണ്ടുവന്നിരുന്നത്. കാരണം ഞങ്ങൾക്ക് അത്ര മതി. അമ്മയും അനിയത്തിയും ഞാനും മോളും മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കത് മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ ചക്കയാണ് എടുത്തത്. ആ ചക്ക പകുതി ആക്കിയിട്ട് കുറച്ച് ചക്ക ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് തന്നെ ചക്കയൊക്കെ വെട്ടി മുറിച്ച് ചോളയൊക്കെ പറിച്ചിട്ടാണ് പോകുന്നത്. ഞാനും അമ്മയുടെ മോളും കൂടി ഇരുന്ന് ചോളയൊക്കെ പറിച്ച്, അവൾ തന്നെ എനിക്ക് ചോളയൊക്കെ പറിച്ച് തന്ന് സഹായിച്ചു. അങ്ങനെ ചോളയൊക്കെ പറിച്ച് തന്നിട്ട് ഞാനിവിടെ കൊണ്ടുവന്നു, എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് താഴെ ഒരു ചേച്ചി താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ താഴെ ഇപ്പോൾ നമ്മൾ റെൻറ്റിനാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ താഴെ ഉള്ള അത് ഓണറാണ്. അപ്പോൾ ഓണറുടെ വീട്ടിൽ കൊണ്ടുവന്ന് പകുതി ചക്ക കൊടുത്തു. പിന്നെ ബാക്കി പകുതിയിൽ കുറച്ച് ഭാഗം എടുത്ത് ഞങ്ങൾ വറുത്തു. പിന്നെ കുറച്ച് ഭാഗമുള്ളത് എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത എന്ത് വിഭവങ്ങളാണുള്ളത്. ഈ ടിന്നിലാണ് ചക്കവറ്റിൽ ഇടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ടിന്നൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചക്കവറ്റിൽ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ചക്ക വറുത്തതാ കണ്ടോ, നല്ലതായിട്ട് ചക്ക വറുത്തിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് നല്ല തട്ടിലും മുട്ടിലൊക്കെ കേൾക്കണ്ടല്ലേ. അമ്മ അപ്പുറത്ത് നിൽപ്പുണ്ട്. അമ്മ അപ്പുറത്ത് നിന്നിട്ട് ചക്കരിശ്ശേരിക്ക് വേണ്ടുന്ന ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങയൊക്കെ റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചക്കയാണ്, മൂന്നാമത്തെ ട്രിപ്പ് ചക്കയാണ് ഇപ്പോൾ അവിടെ ശരിയായിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പകുതി വേവായി. അപ്പോഴത്തേനും ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കലർത്തിയ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാൻ കേട്ടോ. കുറച്ചുള്ളൂ, കുറേശ്ശെ തളിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ്, ഒരുപാട് ഉപ്പ് കൂടാൻ പാടില്ല ചക്ക വറുക്കുന്നതിൽ, തിന്നാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്നും കൂടി നല്ലോണം ഇച്ചിരി ഉണ്ടാകുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇതുപോലെ ചക്ക ഒരുക്കണതും വറുക്കണതും ഒക്കെ നമുക്ക് പഴയ ചില ഓർമ്മകളാണല്ലോ. ഞാൻ ചക്കയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വറുക്കുകയൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലെല്ലാവരും പഴയ നമ്മൾ വിട്ട് പിരിഞ്ഞവരെയൊക്കെ ഓർക്കും. എൻ്റെ അച്ഛൻ, എൻ്റെ അച്ചാമ്മ, അച്ചാച്ചൻ, ഇന്നാമിച്ചി, അമ്മയുടെ അമ്മേനെയാണ് ഇന്നാമിച്ചി എന്ന് വിളിക്കുന്നത് ഞങ്ങൾ, ഇന്നാമിച്ചി. അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ നിറഞ്ഞ ഓർമ്മകളാണ് ഇതൊക്കെ അല്ലേ. സത്യത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും വീണ്ടും വീണ്ടും നമുക്ക് ഈ ചക്ക തിന്നണമെന്നും വറുക്കണമെന്നൊക്കെ തോന്നൽ. അപ്പോൾ നല്ല ചക്കൊക്കെ വറുത്തിട്ടുണ്ട്. ചക്ക എരിശ്ശേരിക്കുള്ള ചക്ക ഞങ്ങൾ അടുപ്പത്ത് നല്ലതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, വെന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചക്ക വറുത്തത് നന്നായിട്ട് എണ്ണ തോർത്തിയെടുത്ത് ഒരു പാത്രത്തിലാക്കി ആ പാത്രത്തിൽ ഇരുന്നിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നല്ല ഉണങ്ങിയ ടിന്നിലേക്ക് മാറ്റാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എന്താ പറയുക, അതിൻ്റെ ക്രിസ്പിനെസ് പോകും. അതിപ്പോൾ ഞാൻ നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് ഈ ടിന്നിലേക്ക് മാറ്റിയിരിക്കണം. ഈ ടിന്ന് ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് താമസം മാറ്റിയപ്പോൾ തൊട്ടടുത്തുള്ള ഇന്ദു ചേച്ചി, ഭയങ്കര സ്നേഹമുള്ള ചേച്ചിയാണ് കേട്ടോ. ആ ചേച്ചി ഒരുപാട് ഇതുപോലുള്ള ഫാൻസി ടിന്നുകൾ വാങ്ങിച്ച് ഞങ്ങൾക്ക് തന്നിരുന്നു. അവിടെ പോകുമ്പോൾ നല്ല നല്ല ടിന്നുകളൊക്കെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി വാങ്ങിച്ചു തന്നാ. അങ്ങനെ ആ ചേച്ചിയുടെ സ്നേഹം ടിന്നൊക്കെ വാങ്ങിച്ചു തന്നത്. ഇപ്പോൾ ഞാനിനി നന്നായിട്ട് മുറുക്കി അടയ്ക്കുകയാണ് കേട്ടോ. ഇതുപോലെ കുറേ നാളിങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും നമുക്ക് ചക്ക വറ്റിലൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.